മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഏർലിംഗ് ഹാലൻഡ് 9.5 വർഷത്തെ ഒരു വലിയ കോൺട്രാക്റ്റ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ വീക്കിലി സാലറി കേട്ടപ്പോൾ പല ആൾക്കാരും ഞെട്ടിയെന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 500K പെർ വീക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല. അത് 10 വർഷത്തേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹാലൻഡ് ഒരു ടോപ്പ് മോസ്റ്റ് ടാലന്റാണ്. പുള്ളിയെ എന്ത് വില കൊടുത്തും റീറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു പദ്ധതിയാണ് സിറ്റിയുടെ ബോർഡിന്റെ സൈഡിൽ നിന്ന് വന്നത്. അത് മാത്രമല്ല, ഇതിനു പുറമെ ആഡ് ഓൺസും ബോണസും ഒക്കെ വരുമ്പോൾ ഒരു വലിയ തുക തന്നെയാണ് ഹാലൻഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് നമ്മൾ സിറ്റിയിൽ നിന്ന് കേൾക്കുന്നത് ഒമർ മാർമോഷ് സിറ്റിയുടെ പേരായി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. 5 വർഷത്തെ ഡീലിലൂടെ 80 മില്യൻ്റെ ഒരു പാക്കേജാണ് ഫ്രാങ്ക്ഫർട്ടിന് മാഞ്ചസ്റ്റർ സിറ്റി ഓഫർ ചെയ്തിട്ടുള്ളത്. പുള്ളി അവിടെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഗോൾ അടിക്കുന്നുണ്ട്, അസിസ്റ്റ് ഉണ്ട്, ഓവറോൾ വർക്ക് റേറ്റ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് പ്ലെയർ ആണ്. കോർണർ എടുക്കുന്നു, സെറ്റ് പീസ് എടുക്കുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ വിധത്തിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പൊ ഹാലൻഡിന് ഒരു ഓഫ് ഡേ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർമുഷിന്റെ ഹെൽപ്പ് സിറ്റിക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ പെപ്പിന്റെ ഒക്കെ ഒരു ലക്ഷറി നിങ്ങൾ നോക്ക്. ഇപ്പൊ ജനുവരി വിൻഡോ തന്നെ വിക്ടറീസ് വന്നു, കുസനോവിനെ സൈൻ ചെയ്തിട്ടുണ്ട്, ഒമർ മാർമുഷ് വന്നു കഴിഞ്ഞു. ഇങ്ങനെ 3-4 പ്ലേയേഴ്സിനെ ഒക്കെ ഒന്നിച്ച് സൈൻ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ പവർ ബോർഡ് പെപ്പിന് കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഒരു പ്ലെയറെ സ്കൗട്ട് ചെയ്യുന്നു, അവരെ നെഗോഷിയേറ്റ് ചെയ്ത് സൈൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും മറ്റേതെങ്കിലും ടീം വന്നിട്ട് അവരെ കൊത്തിക്കൊണ്ടു പോകും. ഇല്ലെങ്കിൽ അവസാനം വരെ നമ്മളിങ്ങനെ ചീപ്പസ്റ്റ് ഓപ്ഷൻ നോക്കി നടക്കും. ആരെയും സൈൻ ചെയ്യാതെ തിരിച്ചു വരുന്ന പല വിൻഡോകളും കണ്ടിട്ടുണ്ട്. ഇപ്പൊ 9 പേരൊക്കെ ഇഞ്ചുറി ആയിട്ടുള്ള സ്പേഴ്സിൽ ഒരു ഗോൾ കീപ്പറെ മാത്രമാണ് ഈ ഒരു വിൻഡോയിൽ സൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ കോളോമുവാനിയുടെ പിറകിലുണ്ടായിരുന്നു, പക്ഷേ PSG ഈസി ആയിട്ട് പുള്ളിയെ സൈൻ ചെയ്തു. അവിടെ ക്രൂഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് PSG പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ മുഴുവൻ സാലറിയും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഡാനിയൽ ലീവിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാം. പുള്ളി ഒരു പാർഷ്യൽ സാലറി ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടാവും. അതൊരിക്കലും അവരുടെ സൈഡിൽ നിന്ന് അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഡിമാൻഡ് തന്നെയായിരുന്നു. അങ്ങനെ ആ ഡീല് കയ്യിൽ നിന്ന് പോയി. പിന്നെ ലോൺ പ്ലെയറെ അധികമായതുകൊണ്ട് ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു എന്നുള്ള വാർത്ത PSG സൈഡിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സോർട്ട് ഔട്ട് ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ബയൺ മ്യൂണിച്ചിന്റെ സൈഡിൽ നിന്നാണ്. അൽഫോൺസ് ഡേവിസ് ബയൺ വിടുന്നു എന്നുള്ള വാർത്ത പല സൈഡിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് ഇൻട്രസ്റ്റഡ് ആണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോൺടാക്ട് ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ 4 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ അഡ്വാൻസ് ഏജിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള വാർത്തയാണ് ഫബ്രീസിയോ റൊമാനോയും ഡേവിഡ് ഓൺസ്റ്റിനും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽഫോൺസ് ഡേവിസിനെ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഠിന ശ്രമത്തിലാണ് ബയൺ ഇപ്പോൾ. പുള്ളി കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ റൂമറൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സുബിമണ്ടിയുടെ കാര്യം നമുക്കറിയാം. ആർസണൽ പുള്ളിയെ സമ്മറിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെഗോസിയേഷൻ ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു ജനുവരി വിൻഡോയിൽ സുബിമണ്ടി വരാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. പക്ഷേ സമ്മറിൽ പുള്ളിയെ സൈൻ ചെയ്യാനുള്ള ഒരു ചരട് വലിയ ഡിസ്കഷൻസ് ഒക്കെ ആർസണൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഗർനാച്ചോ ഈ ഒരു വിൻഡോയിൽ യുണൈറ്റഡ് വിടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു വാർത്തയാണ്. കാരണം ചെൽസി ഔട്ട് ഓഫ് നോവെയർ പുള്ളിയുടെ സാലറിയും പുള്ളിയുടെ ട്രാൻസ്ഫർ ഫീ ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു എൻക്വയറി വിട്ടിട്ടുണ്ട്. ചെൽസി എന്തിനാണ് ഗർനാച്ചോയെ സൈൻ ചെയ്യുന്നത് നമുക്കറിയില്ല. കാരണം അവരിപ്പോഴും നല്ല ഓപ്ഷൻസ് ഒക്കെ തപ്പി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഗർനാച്ചോ എനിക്ക് തോന്നുന്നു അമോറിയത്തിന്റെ നെക്സ്റ്റ് ഇയറിലെ പ്ലാനിൽ ഉണ്ടോ എന്നുള്ള കാര്യം 100% നമുക്ക് കൺഫേംഡ് അല്ല. കാരണം പല മത്സരങ്ങളിലും ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ഗർനാച്ചോ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഫൈനൽ തേർഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലുള്ള പെർഫോമൻസ് ചിലപ്പോൾ ഗർനാച്ചോയുടെ സൈഡിൽ നിന്ന് കാണാറില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പുള്ളിയെ ഒരു യങ് പ്രോസ്പെക്റ്റ് ആണ്, ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെ ഓഫ്ലോഡ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ചെൽസി ക്രിസ്റ്റൽ പാലസിൽ നിന്ന് ചലവെ റിലീസ് ക്ലോസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ലോണിലൂടെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഡിഫൻസിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മരസ്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ കുറച്ചുകൂടി കൂടുതൽ ടെൻഷൻ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ചെൽസി പോകാൻ സാധ്യതയുണ്ട്. ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന രീതിയിൽ ചലവ് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് മരസ്കയുടെ ഒരു വിശ്വാസം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ന്യൂകാസിലിന്റെ സൈഡിൽ നിന്നാണ്. ആൽമിറോൺ ന്യൂകാസിൽ വിട്ട് അറ്റ്ലാന്റയ്ക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ള വാർത്തയാണ് ഡേവിഡ് ഓൺസ്റ്റിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 11 മില്യൺ കൊടുക്കാൻ അറ്റ്ലാന്റ തയ്യാറാണ് എന്നുള്ളൊരു ന്യൂസും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ആൽമിറോണിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു സീസൺ നന്നായിട്ട് കളിക്കും, അടുത്ത സീസൺ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരിക്കും. ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.